ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഫ്രം ജോഷു ടി വി. സോ ഇന്നൊരു വ്ളോഗ് എടുക്കാനുള്ള റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഷുവിന് നമ്മൾ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ഒരു ചെറിയൊരു സെലിബ്രേഷനൊക്കെ നടത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടൈമിൽ നടന്നില്ല. അതുകൊണ്ട് അവളിപ്പോൾ ടോട്ടലി മറന്നിരിക്കുകയാണ്. സോ ഞാൻ ഇന്ന് നൈസായിട്ട് അവൾക്കൊരു ചെറിയ രീതിയിൽ സർപ്രൈസ് ഒക്കെ കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വെച്ചിട്ടൊരു ചെറിയൊരു സെലിബ്രേഷൻ സർപ്രൈസാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ഡെക്കറേഷനും ഭാഗങ്ങളുമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്, കാണിക്കാം. ബൈ ദ വേ ഗൈസ്, നമ്മുടെ കളർ തീം എന്ന് പറയുന്നത് റെഡും പിങ്കും ആണ്. അതാണ് ഞാൻ ഈ ഒരു ഡ്രസ്സും അവൾക്ക് അങ്ങനത്തെ റെഡ് ഡ്രസ്സും ആയിരിക്കും. കാരണം നമ്മുടെ ചാനലിൻ്റെ മെയിൻ തീം നമ്മൾ ഉദ്ദേശിക്കുന്നത് റെഡും പിങ്കും ആണ്. ആൻഡ് വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ തന്നെ ഇന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ പിങ്കും റെഡും ഇട്ട ഒരു വീഡിയോ എടുക്കണം, ഇന്നൊരു ഷോർട്സ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ ഇറക്കുന്നത്. അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പിങ്ക് ബലൂൺ ഊതികുറിപ്പിക്കാം. അല്ല, ഞാൻ എന്തിനാണ് ഇവിടെ വെച്ച് ഊതി ഉറപ്പിക്കുന്നത്? വണ്ടി പോയിട്ട് ഊതി ഉറപ്പിച്ചാൽ പോരി. വണ്ടി പോവാം. സോ ഗൈസ്, നമ്മൾ കാറിൽ എത്തിയിട്ടുണ്ട്. ഇനി പതിയെ പതിയെ നമുക്ക് ഈ ബലൂൺസ് ഒക്കെ ഒന്ന് ഊതി ഉറപ്പിച്ച് സെറ്റാക്കാം. ഞാൻ ആദ്യത്തെ ബലൂൺ സെറ്റായിട്ടുണ്ട്. ബാക്കി നമുക്ക് സോ ഗൈസ്, നമ്മുടെ ബലൂൺ എല്ലാം സെറ്റായിട്ടുണ്ട്. സോ ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൂടെ ബാക്കിയുണ്ട്. അതായത് ഒരു ബാനർ പോലത്തെ ഒരു പരിപാടിയുണ്ട്, അതൊക്കെ കെട്ടണം, ലൈക്ക് സിൽവർ കർട്ടൻസ് ഒക്കെ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേക്കിൻ്റെ സംഭവങ്ങൾ എല്ലാം കൂടെ കാണിച്ചു തരാം, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. സോ ഞാൻ ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടെ. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഡെക്കറേഷൻസ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇപ്പം കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം, പക്ഷേ അതിനൊരു രസമില്ല, ഒരു ത്രില്ലില്ല. നിങ്ങൾക്കും അവളെ കാണുമ്പോൾ നിങ്ങളെയും കാണിക്കാം, അതല്ലേ രസം. നമുക്കിപ്പോൾ അവളെ പോയി പിക്ക് ചെയ്യാം. അതിൻ്റെ ഇടയിൽ 1-2 പരിപാടികളൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കേക്ക് എടുക്കാനാണ്. കേക്ക് എടുക്കാൻ വേറൊരിടത്തുമല്ല, ഞാൻ അംബ്രൂസിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവെ അംബ്രൂസി അല്ലെങ്കിൽ മഫിൻ ഹൗസ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പൊതുവെ കേക്ക് എടുക്കുന്നത്. അങ്ങനെ അംബ്രൂസിന് കേക്ക് എടുത്ത് എന്നോട് ഐഷു തുരുതുരാ വിളിയാണ്. അവൾക്ക് ഞാൻ എവിടെ എത്തി, അവൾക്ക് ഷോർട്സ് എടുക്കണം. ഷോർട്സ് എടുക്കാൻ വേണ്ടി ഞാൻ എവിടെ എത്തി, ഞാൻ എപ്പോൾ എത്തും, ഇതൊക്കെ ചോദിച്ചിരിക്കുകയാണ്. പറയാൻ പറ്റുമോ? ഞാൻ കേക്ക് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്, ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയും സെലിബ്രേഷനൊക്കെ ചെയ്യാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ചീത്തട്ടിരിക്കുകയാണ് ഞാൻ. എത്ര തവണ വിളിച്ചതിരിക്കാൻ അറിഞ്ഞൂടാ. മൈ ഗോഡ്, പാവം ഞാൻ. ഇങ്ങനെ ഗൈസ്, നമ്മൾ കേക്കൊക്കെ എടുത്തു. ഇനി കേക്ക് സെറ്റ്. ആംബ്രോസിയിൽ വളരെ സ്മൂത്ത് പ്രൊസീജിയർ ആയിരുന്നു. പോയി പറഞ്ഞു, സാധനം കണ്ടു, മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു, എഴുതി, ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇങ്ങനെ എഴുതിക്ക് വരച്ചൊക്കെ തന്നായിരുന്നു. ഇനി അത് കൊണ്ടുപോയി കിടിലായിട്ട് വരച്ചു തന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കൊണ്ടുപോയി നല്ല ഐസിന് ബാക്കിൽ സെറ്റാക്കി വെക്കണം. അവിടെ എത്തുന്നതിന് മുന്നേ എനിക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് ബാക്കിൽ ഒരു പരിപാടി ഉണ്ട്, അതൊക്കെ സെറ്റാക്കണം. അവിടെയൊക്കെ സെറ്റാക്കി ഒരു ചമ്മലായിരുന്നു. അവിടെ ഞാൻ ഇനിയിപ്പം നമ്മുടെ ഏരിയ ആണല്ലോ, അവിടെ പോയി അവൾ വരുന്നതിന് മുന്നേ, എനിക്ക് ഐഷു എത്തുന്നതിന് മുന്നേ എനിക്ക് സംഭവമൊക്കെ ഒന്ന് സെറ്റാക്കി റെഡി ആക്കി വെക്കണം. അവൾ തുറക്കുമ്പോൾ ഞെട്ടണം, ഞെട്ടിക്കും ഞാൻ. സെറ്റാണ്. അങ്ങനെ ഐഷു എത്തുമ്പോഴത്തേക്ക് നൈസായിട്ട് ഈ മൈക്ക് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ലൈഫ് ഓഫ് ജോഷു ടി വിക്ക് വേണ്ടി ഒരു വ്ളോഗ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മൈക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി ഐഷു എത്തുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റും സർപ്രൈസും പരിപാടികളൊക്കെ എന്താണെന്ന്, അല്ലേ? ലെറ്റ്സ് ഗോ ഗൈസ്. ഐഷു പതിയെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കത്തില്ല. ഹലോ, ലോക്കല്ല എടുത്തെടുത്ത്. ലേറ്റ് ആയത് എനിക്ക് ഡ്രസ്സൊക്കെ ചെയ്യണ്ടേ, എനിക്ക് പ്രിപ്പയർ ചെയ്യണ്ടേ. അതൊക്കെ പിന്നെ എത്താതിരിക്കും. എനിക്ക് ലൈഫ് ഓഫ് ജോഷു ടി വിയിൽ ഒരു വ്ളോഗ് എടുക്കണം. അപ്പൊ ഒരു പരിപാടിയാണ്. അതാണ് മൈക്കൊന്ന് വെച്ചേ. ഇപ്പഴേക്ക് ഇതാ വ്ളോഗിൽ എല്ലായിടത്തും ഹായ് ഒക്കെ പറഞ്ഞേ. ഹലോ. ഭയങ്കര ചൂട് ആണോ?
നീ റെഡി ആയില്ലേ? റെഡിയായി. ഇന്ന് നമുക്ക് എത്ര 3 എണ്ണം എടുക്കാനുള്ളത്? 3 പെട്ടെന്ന് ബാ എടുക്കാൻ പോവാം. എടുക്ക നീ സ്റ്റാൻഡ് നീ എടുക്ക, ബാക്കിൽ ഞാൻ തളറും. പിന്നെ വാ പെട്ടെന്ന് വാ. ഐശോടാ സ്റ്റാൻഡ് എടുക്കോടാ. ഞാൻ എടുക്കാനാ? തുറന്നിട്ടുണ്ട്, പൊക്കിയാ മതി, നിന്നെ കൊണ്ട് പറ്റും. അതെ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തു. പിന്നെ വേറെ ആരെങ്കിലും വരൂ? നീ അന്ന് പറഞ്ഞില്ലേ നിനക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുമ്പോ ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ പിന്നെ അതൊന്നും പ്രതീക്ഷിക്കാത്തത്. അല്ല, ഞാൻ വീട്ടിൽ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ള രീതിക്കല്ലായിരുന്നു. നീ പ്രതീക്ഷിക്കും. അതാണ് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ട് ഈ ഷോട്ടൊക്കെ എടുക്കാന്ന് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടാ? ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. പ്ലേ ബട്ടൺ നമ്മളൊന്ന് കാണിച്ചല്ലോ. പ്ലേ ബട്ടൺ കാണിച്ചു. പക്ഷെ നിന്റെ ഒരു ആഗ്രഹമായിരുന്നില്ലേ? ഹാപ്പി ആയ? ഇതാണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് പരിപാടി സെറ്റ് ചെയ്യേണ്ടത് പറഞ്ഞില്ലേ, അതിലൊരു പരിപാടിയാണിത്. കറങ്ങുന്ന കേക്ക് സ്റ്റാൻഡ് കണ്ടു, അടിപൊളിയല്ലേ, സെറ്റാണ്. പിന്നെ പ്ലേ ബട്ടൺ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് ആയുധം. കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പാട്ടല്ലോ, പാട്ടൊന്നും കിട്ടിയില്ല. എടുത്തോ സ്പൂൺ കത്തിച്ചെടുത്ത. അങ്ങനെ ഓടിഞ്ഞു പോയി, കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, ജോമു എന്നെ സർപ്രൈസ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താണെന്നല്ലേ പറയൂ? സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അവർ വെരി ഫസ്റ്റ് ഗിവ് അവേ. സോ ഗിവ് അവേക്ക് നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ പീട്രോന്റെ ഒരു ബാസ്ബഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു TWS ഇയർഫോൺസ് ആണ്. സോ ഈ ഇയർഫോൺ മാത്രമാണ് നിങ്ങൾ ഗിവ് അവേ എന്ന് വിചാരിച്ചെങ്കിൽ അല്ല, വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. എന്താണെന്നല്ലേ ഇത്? കസ്റ്റമൈഡ് മഗ്. അപ്പുറത്തെ സൈഡിൽ നോക്കി, കായ എടുത്തിട്ട് നമ്മൾ കേടാ. അപ്പൊ ഗിവ്അവേയുടെ റൂൾസ്. സോ ഗിവ്അവേയുടെ റൂൾസ് ഐഷ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആണ്. ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ജോഷു ടിവിന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. വേറൊരു കമന്റ്സും പറ്റത്തില്ല. ജോഷു ടിവിന്ന് കമന്റ് ചെയ്യണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ. എക്സാക്ട്ലി. സോ നമ്മൾ നെക്സ്റ്റ് വീക്ക്, അതായത് ഇന്ന് ഫ്രൈഡേ, സോ നെക്സ്റ്റ് ഫ്രൈഡേ നമ്മൾ നൈറ്റ് ഒരു 1 ലക്കി റാൻഡം വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്രൈഡേ നൈറ്റ് നിങ്ങൾ ഇട്ട മെസ്സേജിന് നമ്മൾ റിപ്ലൈ തരും, എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നെക്സ്റ്റ് ഫ്രൈഡേ നിങ്ങൾ നിങ്ങളെ കമന്റ് സെക്ഷനിൽ നോക്കുക. നെക്സ്റ്റ് ഫ്രൈഡേ നിങ്ങൾ റിപ്ലൈ വന്നിട്ടുണ്ടോ നോക്കുക. നിങ്ങളുടെ കമന്റിന് റിപ്ലൈ വന്നിട്ടുണ്ടോ നോക്കുക. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എന്നിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്യും. നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ നമുക്ക് തിരിച്ചൊരു റിപ്ലൈ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വേറൊരു അപ്പോൾ നിങ്ങൾ ബി അലർട്ട്. നെക്സ്റ്റ് ഫ്രൈഡേ കാരണം നമ്മൾ കറക്റ്റ് എക്സാക്ട്ലി 2 ദിവസം, അതായത് ഫ്രൈഡേ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. സാറ്റർഡേ സൺഡേ നോക്കും. മൺഡേ വരെ നമ്മുടെ റിപ്ലൈ വന്നില്ലെന്നുണ്ടെങ്കിൽ മൺഡേ നമ്മൾ വേറൊരു വിന്നറിനെ സെലക്ട് ചെയ്യും. പിന്നെ അയാൾക്കായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. എക്സാക്ട്ലി. സോ എല്ലാരും നെക്സ്റ്റ് ഫ്രൈഡേ നൈറ്റ് നോക്കുക റിപ്ലൈ വന്നിട്ടുണ്ടോ. ഓക്കെ, എക്സാക്ട്ലി. സോ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല, ജോഷു ടിവിന്ന് കമന്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഫ്രൈഡേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ നിങ്ങളുടെ കമന്റിന് വന്നിട്ടുണ്ടോ എന്ന് കൂടെ നോക്കുക. കമന്റ് എന്താണ് ഇടേണ്ടത്? ജോഷു ടിവി. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, കമന്റ് ഇടൂ അല്ലേ? അതെ, പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഗൈസ്. ഡ്രോപ്പ് എ കമന്റ്, ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.